ഗതാഗതത്തിൻ്റെ പുതിയ ഒരു പൊൻതൂവലാണ് ഈ വോൾവോയുടെ ഈ പുതിയ വണ്ടി. ഇന്ത്യയിലെ വോൾവോ പുതിയതായി നിർമ്മിച്ച സ്ലീപ്പർ ബസ്സാണ്. ഈ സ്ലീപ്പർ ബസ്സിൻ്റെ ഈ ആദ്യത്തെ മോഡൽ വളരെ അഭിമാനത്തോടെ പറയാം, ഇന്ത്യയിൽ ആദ്യമായി വോൾവോയിൽ ഇത്തരത്തിലൊരു വണ്ടി ബുക്ക് ചെയ്തതും ഡെലിവറി ചെയ്തതും ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആണ്. 2002 ആദ്യമായി ഇന്ത്യയിൽ വോൾവോ വന്നപ്പോൾ ആദ്യത്തെ 2 ബസ്സുകൾ വാങ്ങിയ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും KSRTC ആയിരുന്നു. അന്ന് ഞാൻ തന്നെയായിരുന്നു മന്ത്രി. ഇപ്പോൾ ഈ മോഡൽ ഇറങ്ങുമ്പോൾ, ഇപ്പോൾ സ്ലീപ്പർ മോഡലിന് അവർ അനുവാദം ഇന്ത്യയിൽ ലഭിക്കുകയും അതിനുശേഷം അവർ നിർമ്മിച്ച പഴയ മോഡലുണ്ടായിരുന്നു. പക്ഷേ ഈ ലേറ്റസ്റ്റ് മോഡലിലുള്ള വണ്ടി വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ KSRTC അതിന് ഓർഡർ കൊടുക്കാൻ തീരുമാനിക്കുകയും ഓർഡർ പ്ലേസ് ചെയ്യുകയും ആദ്യത്തെ ഡെലിവറിയും നമുക്കാണ്. ഇത് സ്വകാര്യ വ്യക്തികൾക്കുണ്ട്, പക്ഷേ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആദ്യമായിട്ട് ബുക്ക് ചെയ്യുന്നതും ഡെലിവറി ചെയ്യുന്നതും നമ്മൾ തന്നെയാണ്. വെറുതെ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നത്, അതൊക്കെ അല്പത്തരമായി നമ്മൾ കണ്ടാൽ മതി. കാരണം KSRTCയുടെ വളർച്ചയോടുള്ള ഒരു അസഹിഷ്ണുതയാണ് അതിനകത്ത് കാണിക്കുന്നത്. KSRTCയുടെ വളർച്ചയിൽ ഒരു പുതിയ നാഴികക്കല്ലാണ്. നമ്മളിപ്പോൾ പുതുതായി വാങ്ങിയ ബസ്സുകളെല്ലാം നല്ല നിലയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. KSRTCക്ക് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ വളരെ അഭിമാനകരമായൊരു സ്ഥാനം മാധ്യമങ്ങളിലൂടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളോടും അക്കാര്യം നന്ദി പറയുകയാണ്. KSRTCയുടെ നല്ല പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം ചില തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അത് പരിഹരിച്ച് പോകാൻ ഞാൻ കഴിയുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ പരിഹരിച്ചാണ് പോകുന്നത്. KSRTC കേരളത്തിലെ ജനങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് എന്ന് തെളിയിക്കുകയാണ് ഓരോ ദിവസവും. ഇതിൻ്റെ റൂട്ട് നമ്മൾ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പുനർചിന്തനമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട് വഴി കയറി പോയാലോ എന്നൊരാലോചനയുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് എത്താൻ പറ്റും. പിന്നെ ഒരു സ്പീഡിൻ്റെ പ്രശ്നമാണ്. നമ്മളിവിടെ 80 ലോക്കിയിരിക്കുന്നു, തമിഴ്നാട് 100-ലാണ്. അപ്പോൾ നമ്മുടെ സ്പീഡും ഹൈവേ 80 ആക്കാൻ പോവുകയാണ്, 100 ആക്കാൻ പോവുകയാണ്. 100 ആക്കുന്നതോടെ ഇതിൻ്റെ ലോക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ കയറിയാൽ നമുക്ക് 12 മണിക്കൂറുണ്ട് എത്താം. ഇപ്പോൾ ഒരു വലിയ ഇതിനൊരു തടസ്സമായി വന്നിരിക്കുന്നത് വന്ദേ ഭാരത് തുടങ്ങിയാണ് എറണാകുളം ബാംഗ്ലൂർ റൂട്ടിൽ. അത് ഇതിൻ്റെ കളക്ഷനെ ചിലപ്പം ബാധിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു പുനർചിന്തനം നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് കയറി അങ്ങനെ തമിഴ്നാട് ഹൈവേ കൂടെ ഈ നല്ല വണ്ടിയാണല്ലോ, അപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ വണ്ടി ആയതുകൊണ്ട് വളരെ വേഗത്തിൽ ഓടാൻ കഴിയും. ഈ വണ്ടി ഒരു 75-ന് മേളിലെങ്കിലും പോയാലേ ഇതിന് ശരിയായ മൈലേജ് കിട്ടത്തുള്ളൂ എന്നാണ് ഇതിൻ്റെ ഡ്രൈവർമാർ പറയുന്നത്. അപ്പോൾ ഇത് ഓടിച്ച് പരിചയമുള്ളവർ അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്തരത്തിലൊരു ആലോചനയുണ്ട്. ഏതായാലും വണ്ടിയുടെ ഹൈവേയിലെ വേഗത 100 വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഇതിൻ്റെ ലോക്ക് നമുക്ക് 100-ലേക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ 90 വയ്ക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ 100 ആക്കാനുള്ള 100 ആക്കിയാലും നമുക്ക് തമിഴ്നാട്ടിൽ കയറുമ്പോൾ പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ 100-ആണ്. സേഫ്റ്റിയൊക്കെ വളരെ വളരെ ഗംഭീര വണ്ടിയാണ്. വണ്ടിയുടെ സേഫ്റ്റി എന്ന് പറയുന്നത് വണ്ടി ഏതെങ്കിലും കാരണവശാൽ വണ്ടി ഒന്ന് ടിൽറ്റ് ചെയ്താൽ പോലും വണ്ടി സഡൻ ബ്രേക്ക് ചെയ്യും. വണ്ടി പിന്നെ മുമ്പോട്ട് മൂവ് ചെയ്യില്ല. വണ്ടി ഒരു ആംഗിളിന് മുകളിലേക്ക് ഈ വണ്ടി ചരിഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടി ബ്രേക്ക് ചെയ്യും. അങ്ങനെ എല്ലാ ടെക്നോളജിയും ഉണ്ട്. ക്യാമറകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ സീറ്റൊക്കെ വളരെ ഒരു എയർക്രാഫ്റ്റിൻ്റെ സീറ്റിനേക്കാൾ, എയർക്രാഫ്റ്റിലെ പൈലറ്റ് കിട്ടുന്നതിനേക്കാൾ നല്ല സീറ്റാണ്. സസ്പെൻഷനുള്ള സീറ്റാണ്. പിന്നെ വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സ്പീഡ് കൂട്ടാൻ പറ്റത്തില്ല. ഒരു 20 കിലോമീറ്റർ പോകുള്ളൂ ആ സ്പീഡിൽ. പക്ഷേ വണ്ടി ഒന്ന് കുറച്ച് ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ വണ്ടി ഒന്ന് വളരെ കട്ടറോ കുഴിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബമ്പ് പോലും കയറണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട്. വണ്ടിക്കകത്ത് എല്ലാ സൗകര്യമുണ്ട്. വണ്ടിക്കകത്ത് കയറിയാൽ അറിയാം സീറ്റും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ലക്ഷറീസാണ്. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള വണ്ടിയാണ് KSRTC വാങ്ങിയിരിക്കുന്നത്. ഇതിൽ മാത്രമല്ല, നമ്മൾ വാങ്ങിയ എല്ലാ വണ്ടികളും ടെക്നിക്കലി വളരെ മുന്നിലാണ്. ഞാനിപ്പം ദേവസ്വം മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പരാതി പറഞ്ഞു, കൊട്ടാരക്കരയിൽ നിന്ന് മൂകാംബികയ്ക്ക് വന്ന വണ്ടി ഇന്നലെ ഒന്ന് മുടങ്ങി. റിസർവേഷൻകാർ വലിയ പ്രതിഷേധം, അവർക്ക് വലിയ പ്രശ്നമായി. കാരണം ആ വണ്ടി എന്തോ ഒരു കാരണം കൊണ്ട് എന്താണെന്ന് അറിഞ്ഞില്ല, സർവീസിൻ്റെ പ്രശ്നമായിരിക്കും. പക്ഷേ ആ വണ്ടി AC ആക്കിയ വണ്ടിയാണ്. സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു, അത് എക്സ്പ്രസ് ആയി, പിന്നെ ഇപ്പോൾ AC ആക്കി, ഹൈബ്രിഡ് AC ആക്കി. വളരെ വലിയ ഡിമാൻഡാണ്, നല്ല ഡിമാൻഡാണ് വരുന്നത്. പിന്നെ നമ്മളെ റേറ്റുകളെ സംബന്ധിച്ചും ബാംഗ്ലൂർ റേറ്റുകളിൽ ഒരു ഫ്ലെക്സി സംവിധാനം KSRTC CMD നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ റേറ്റ് വേരിയേഷൻ കൊണ്ടുവന്നാൽ നമുക്ക് ലാഭമായിരിക്കും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് റേറ്റ് വേരിയേഷൻ വയ്ക്കും. ഓരോ ദിവസം ഓരോ റേറ്റായിരിക്കും. അപ്പം ഫ്ലെക്സിബിൾ റേറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ പാസഞ്ചേഴ്സിനെ നമുക്ക് ആകർഷിക്കാൻ കഴിയുന്നതാണ്. എല്ലാ തരത്തിലും പാസഞ്ചേഴ്സിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഈ ബുക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രകാശനം ചെയ്യണം. മലയാളത്തിൽ ഇംഗ്ലീഷിലും അടിച്ചിട്ടുണ്ട്. ഈ ബുക്ക് എല്ലാ മാധ്യമപ്രവർത്തകരും എല്ലായിടത്തും എത്തിച്ചതിന് ഞങ്ങൾ എല്ലാ MLA-മാർക്കും MP-മാർക്കും കൊടുത്തു കഴിഞ്ഞു. ഇനി മാധ്യമപ്രവർത്തകർ എത്തി. ഇത് KSRTC കഴിഞ്ഞ 2 വർഷം കൊണ്ട് കൈവരിച്ച മികച്ച നേട്ടങ്ങളും കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും അതിൻ്റെ റിസൾട്ടും കാണിക്കുന്ന ഒരു ബുക്കാണ്.
ഇതെല്ലാവരും വായിച്ചിരിക്കണം. ഇതൊരു പഠിക്കാൻ മാനേജ്മെൻറ്റ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റിയ ബുക്കാണ്. മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠനം നടത്തുന്ന ഏതൊരു വ്യക്തിക്കും KSRTC എന്ന് പറയുന്ന തകർന്നടിഞ്ഞ സ്ഥാപനം എന്ന ആക്ഷേപത്തിൽ നിന്നും ആ സ്ഥാപനത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാം, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് KSRTCയിൽ കൊണ്ടുവന്നത്, അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് ഇതിൽ കാണാം. ഈ ബുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം. ഞാൻ കോപ്പികൾ ഇപ്പോൾ നിങ്ങൾക്ക് തരാം. മറ്റുള്ളത് KSRTC CMD നിങ്ങൾ ഓഫീസുകളിൽ എത്തിക്കും. ഇത് പരിപൂർണമായി വായിക്കണം. ടൂറിസം രംഗത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പരിഷ്കാരങ്ങളും, ഹൈടെക് ആയിട്ടുള്ള ടെക്നോളജി, നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജികൾ നമ്മളെങ്ങനെ ഉപയോഗിച്ചു, ഇനി വരാൻ പോകുന്ന നാളുകളിൽ KSRTCയുടെ പുതിയ ബസ് സ്റ്റേഷനുകൾ കൊട്ടാരക്കര, തൃശ്ശൂർ, കായംകുളം, കൊല്ലം, ആറ്റിങ്ങൽ തുടങ്ങി ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, ഇതെല്ലാ ബസ് സ്റ്റേഷനും വരാൻ പോകുന്ന മാറ്റവും അതിൻ്റെ രൂപകൽപ്പനയും എല്ലാം ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ പരിഷ്കാരങ്ങളും എറണാകുളത്തിന് വേണ്ടി ഡിസൈൻ ചെയ്ത പുതിയ ഡിസൈൻ വരെ ഇതിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആ ഒരു KSRTCയുടെ മാറ്റം എല്ലാവരും പഠിക്കണം. KSRTC മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായതെങ്ങനെ, എല്ലാ വിവരങ്ങളും ഇതിൽ ഉണ്ട്. ഇതെല്ലാവരും വായിക്കണം. ഇത് മാക്സിമം വായിച്ചതിന് ശേഷം നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളെ അറിയിക്കണം. നമ്മുടെ നാട് വളരും, നമ്മുടെ നാടിൽ തകർന്ന സ്ഥാപനങ്ങളെ ഉയർത്താൻ നമുക്ക് കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് KSRTC ജീവനക്കാരുടെ അഭിമാനകരമായ ഒരു നേട്ടമായി ഈ ബുക്കിനെ കാണണം.